എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ കണ്ണൂർ സ്വദേശിനി ലേബർ റൂമിൽ ഡെലിവറിക്കായി പോയതാണ്. സിസേറിയൻ ചെയ്യണമെന്ന് ഒരേ ധാർഷ്ട്യം 2 ഗൈനക്കോളജിസ്റ്റുകളായിരുന്നു അത്ര ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷേ കൺസെൻറ്റ് ഒപ്പിടണമെങ്കിൽ ഭാര്യയുടെ അനുമതി വേണമെന്നുള്ള ഭർത്താവിൻ്റെ ഒരു നിർബന്ധം വലിയ അനുഗ്രഹമായി. ഭാര്യ കൺസെൻറ്റിൽ ഒപ്പിടാൻ ഭർത്താവിനെ അനുവദിച്ചില്ല. അങ്ങനെ കൺസെൻറ്റിൽ ഒപ്പിടാതെ അവർ സിസേറിയൻ ചെയ്യാതെ വൈകിക്കേണ്ടി വന്നു. പിന്നീട് സംഭവിച്ചത് സ്വസ്ഥമായ ഒരു പ്രസവമായിരുന്നു. ആ സ്ത്രീ വല്ലാത്തൊരു സന്തോഷത്തിലാണ്. ഇതുപോലെ കോട്ടയം ജില്ലയിൽ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ ഒരു ആശുപത്രിയിൽ പ്രസവിക്കാനായി എത്തുന്ന സമയത്ത് സിസേറിയൻ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണെന്ന് ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ ചൂഷണ താൽപ്പര്യം മുൻപേ മനസ്സിലാക്കിയ ഇവർ അതിനെ അനുവദിച്ചില്ല. മറ്റൊരു ആശുപത്രിയിലെ ലേബർ റൂമിൽ പോയിട്ടാണ് സ്വസ്ഥമായി അവർ സുഖമായി പ്രസവിച്ചത്. ആശുപത്രി പ്രസവത്തിൻ്റേതായ പ്രയാസങ്ങൾ അവർ അനുഭവിച്ചുവെങ്കിലും ഒരു സിസേറിയനിൽ നിന്നും ഒഴിവായ വലിയ സന്തോഷത്തിലാണ് ഇവർ ഉള്ളത്. ഈ മെസ്സേജ് പറയുന്നത് എല്ലാ ഗർഭിണികൾക്കും വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കുടുംബത്തിലോ മറ്റോ ഒരു ഗർഭിണി ഉണ്ട് എങ്കിൽ തീർച്ചയായും ഗർഭകാലയളവും മുന്നോട്ടുള്ള യാത്രകളും സന്തോഷത്തിലും സമാധാനത്തിലും നിർഭയത്തിലും മാത്രമല്ല കൃത്യമായ അറിവോടുകൂടിയും അനുഭവ സമ്പത്തുള്ളവരോടുള്ള ഡിസ്കഷനോടുകൂടിയും പലപ്പോഴും വേണം. നിങ്ങൾ നോക്കുന്ന ഇൻ്റർനെറ്റും ഗൂഗിളും ChatGPTയും ഒക്കെ ചില പ്രത്യേക ചികിത്സകരുടെ ഭയപ്പെടുത്തലുകളാണ് ഫീഡ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൃത്യമായി ഇത്തരം ഡിസ്കഷൻസുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനങ്ങൾ എടുക്കാം. നമ്മളുടെ കേരളത്തിലെ സ്വസ്ഥമായി പ്രസവിച്ചവരുടെ അനുഭവങ്ങൾ നിങ്ങൾക്കറിയണമോ? ബ്രീച്ച് പൊസിഷനിൽ പ്രസവിച്ച ആളുകൾ, ഡേറ്റ് കഴിഞ്ഞും ധാരാളം ദിവസം കഴിഞ്ഞും സ്വസ്ഥമായി പ്രസവിച്ച ആളുകൾ, വാട്ടർ ബ്രേക്കായി എന്ന് ഭയപ്പെട്ടിരിക്കുന്ന കണ്ടീഷനിൽ നിർഭയത്തോടുകൂടി വീണ്ടും ആ ഡേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോകുകയും അങ്ങനെ പ്രസവിച്ച ആളുകൾ, ഇങ്ങനെ പലതരത്തിൽ സ്വസ്ഥമായി പ്രസവിക്കണമെങ്കിൽ പലപ്പോഴും തിരിച്ചറിവ് കുടുംബങ്ങൾക്ക് കൂടി ആവശ്യമാണ്. നമുക്ക് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. കേരള സമൂഹം ഡിസ്കസ് ചെയ്യട്ടെ. അറിവോടുകൂടി കൃത്യമായ കാര്യങ്ങളിലേക്ക് എത്തട്ടെ. തീർച്ചയായും നിങ്ങൾക്ക് ബോധ്യമുള്ള ആളുകളിൽ നിന്നാണ് നിങ്ങൾ അറിവ് കരസ്ഥമാക്കേണ്ടത്. ഒരു ചർച്ചയ്ക്ക് വേണമെങ്കിൽ നമ്മൾ വഴിയൊരുക്കി തരാം. താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക. തുടർന്നുള്ള ചർച്ചകൾക്ക് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗർഭിണികൾ അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരോ അടുത്ത ബന്ധുക്കളോ ആയിരിക്കണം. ഇതുകൊണ്ടുള്ള ഉദ്ദേശം നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് പോയി പ്രസവിക്കാനുള്ള പ്രോത്സാഹനമല്ല. നിങ്ങൾ അലോപ്പതി ഹോസ്പിറ്റലിൽ പോയി അവിടെ പ്രസവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരനുഭവത്തിൻ്റെയും ഉത്തരവാദിത്തം ആരും ഏൽക്കൂല, നമ്മളും ഏൽക്കൂല. അതുപോലെ നിങ്ങൾ വീട്ടിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കാര്യങ്ങളുടെ ഉത്തരവാദിത്വവും ആരും ഏൽക്കാൻ പോകുന്നില്ല, നമ്മളും ഏൽക്കാൻ പോകുന്നില്ല. അവനവൻ്റെ ലൈഫ്, അവനവൻ്റെ ജീവൻ, അവനവൻ്റെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അവനവന് തന്നെയാണ്. മറ്റാരും നമ്മളുടെ ഉത്തരവാദിത്തം ഏൽക്കില്ല. പക്ഷേ ചൂഷണങ്ങളിൽ നിന്ന് മുക്തമാകാൻ എല്ലാ ഭാഗവും നിങ്ങളൊരു പക്ഷേ അറിഞ്ഞിരിക്കൽ നന്നായിരിക്കും. താങ്ക് യു.